എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് താരസ്ഥായി വരിശകളാണ് നമ്മൾ പറഞ്ഞത്, മേൽസ്ഥായി വരിശകൾ. അതിലൊന്നാമത്തെ എക്സസൈസ് സാരി. വെറും ഒരു നോട്ട് മാത്രം നമ്മൾ അതിലൂടെ ആഡ് ചെയ്യും. നമ്മൾ അത് ഓരോ നോട്ടുകളിലും കൂട്ടി കൊണ്ടുവരികയാണ്. സ രി ഗ മ പ. മുകളിലത്തെ പഞ്ചമം വരെ, മുകളിലത്തെ പാ വരെ, ഹയർ ഒക്ടേവിലുള്ള പാ വരെ നമ്മൾ പോവുക. ഓക്കെ. പിന്നെ ചില ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു, ഇത് ഇൻസ്ട്രുമെൻറ്റിൽ എങ്ങനെയാണ് പ്ലേ ചെയ്യാൻ പറ്റുമോ, കീബോർഡിൽ വായിക്കാൻ പറ്റുമോ, ഹാർമോണിയത്തിൽ എങ്ങനെയാണ് വായിക്കുക, ഗിറ്റാറിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു വീഡിയോ ഞാനത് സെപ്പറേറ്റ് കീബോർഡൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു 3-4 ക്ലാസ് ഞാൻ അങ്ങനെ ഇടാം കേട്ടോ. എന്നോട് ചോദിച്ചത് ഈ എക്സസൈസിലൊക്കെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാം. കീബോർഡ്, ഹാർമോണിയം. കീബോർഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ, കീബോർഡ്, ഗിറ്റാർ എന്നൊക്കെ പറയുന്നത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ അത് ഇപ്പോൾ ഒരുപാട് നമ്മുടെ വലിയ പ്ലെയേഴ്സ് എല്ലാം ഇപ്പം കർണാട്ടിക് സ്റ്റൈല് നോട്ട് എഴുതി വായിക്കുന്നു. ഇഷ്ടംപോലെ വലിയ നല്ല കലാകാരന്മാർ ഇപ്പോൾ നമ്മളിപ്പോൾ ഫീൽഡിലുള്ളവരുണ്ട്. വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ വെസ്റ്റേൺ നോട്ട് എഴുതി വായിക്കുന്നവരുണ്ട്. അത് തന്നെ ഈസ്റ്റേൺ നോട്ടിൽ എഴുതി ഇപ്പം ഇപ്പം തന്നെ നമ്മൾ കാണുന്ന മെയിൻ പ്ലെയർമാരൊക്കെ പലരും നമ്മുടെ അടുത്തറിയുന്ന സുഹൃത്തുക്കളും അറിയുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വെസ്റ്റേൺ പോലെ തന്നെ ഈസ്റ്റേണും എഴുതി സുഖമായിട്ട് നോട്ട് എഴുതി വായിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ 1-2 വീഡിയോസ് വേണം, അതൊന്ന് ഇട്ട് തരാം. 1-2 ആൾക്കാരോട് ചോദിച്ചിരുന്നു, സാർ അങ്ങനെ 1-2 വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് താരസ്ഥായി വരിശകൾ. രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത് ഇതായിരുന്നു. ഇതിൻ്റെ ഒന്നാം കാലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത്. ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ പാടി തറവാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത കാലങ്ങളിലേക്കൊക്കെ കയറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ സ്വരസ്ഥാനങ്ങളെല്ലാം അബദ്ധമായി പോകും. ഇന്ന് നമ്മൾ പറയുന്നത് താരസ്ഥായി വരിശകൾ. രണ്ടാം എക്സർസൈസ് 2. അതിനകത്ത് നമ്മൾ ആദ്യം തുടങ്ങുന്നതെല്ലാം ഒരേ ഫസ്റ്റ് ലൈൻസ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും. സരി ഗമ പദ നിസ സാ സാ. അടുത്ത ലൈനാണ് വ്യത്യാസം വരെ. എവിടെയാ? ധനി സരി നമ്മൾ തുടങ്ങുന്ന ആ ലൈനാണ്. സരി ഗമ പദ നിസ സാ സാ. ഈ 2 ലൈനും അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എല്ലാ 5 വരിശകളിലും തുടങ്ങുന്നതെല്ലാം ഇതേ സെയിം നോട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ആദ്യത്തെ ആ ലൈൻ അതുപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വ്യത്യാസം വരുന്നത് അടുത്ത ആ ധനി സരിന്ന് തുടങ്ങുന്ന, നിങ്ങൾ 8 സ്വരമായിട്ട് എഴുതുകയാണെങ്കിൽ 3ാമത്തെ ലൈൻ. ഇനി നിങ്ങൾ ഒരു 16 സ്വരമായിട്ടാണ് അത് എഴുതുന്നതെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലൈനായിട്ട് വരും. ധ നി സ രി. അത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ധ നി സ രി സാ സാ രി സാ 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 രി സാ. മനസ്സിലായോ? സാ സാ രി സാ സാ രി സാ രി. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാനും പാടാനും എളുപ്പമായിരിക്കും. അങ്ങനെ ധ നി സ രി സാ സാ രി സാ സാ രി സാ നി ധ പ മ പ. അവസാനത്തെ ലൈൻ സെയിം. ധ നി സ രി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. അപ്പോൾ അത് ഓർഡറായിട്ടൊന്ന് പാടാം, ഒന്ന് വൃത്തിയാക്കി എഴുതിയെടുത്തോണം. സ രി ഗ മ പ ധ നി
sa 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 സെയിം ആണ്. ഈ ഇപ്പോൾ പാടിയ രണ്ട് ലൈൻ സെയിം. അടുത്ത ലൈനാണ് വ്യത്യാസം വരുന്നത്. ദ നീ സ രി സ സ രി സ സ രി സ നി ധ പ മ പ. ആ ലൈൻ മാത്രമാണ് വ്യത്യാസം. അടുത്ത ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തതിൻ്റെ റിപ്പീറ്റേഷനാണ്. ദ നീ സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. മനസ്സിലായോ? അപ്പോൾ സരി ഗമ പദ നിസ സ 1 2 3 സ 1 2 3 ധനി സരി സ സരി സ സരി സ സരി സ സരി സരി 8 സ്വരം. സ സ രി സ സ രി സ രി. പിന്നെ സരി സനി ദ പ മ പ. അവസാനത്തെ ലൈൻ ധനി സരി സനി ദ പ സനി ദ പ മ ഗ രി സ. സ സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. കുറച്ച് പ്രോബ്ലമായിട്ട് ഇരിക്കുകയാണ് 2 ആഴ്ചയായിട്ട്. അതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ താരസ്ഥായി വരിശകളാണ്, മേൽസ്ഥായി വരിശകൾ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് പാടാം. അതെല്ലാവരും ആദ്യം ട്യൂണ് നല്ലപോലെ ആദ്യം നോട്ട് എഴുതുക. സരി ഗമ പദ നിസ സാ സാ 3 ദീർഘം സാ 3 ദീർഘം ധനി സരി സ സരി സ സരി 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 സനി ദ പ മ പ. അടുത്തത് ധനി സരി സനി ദ പ സനി ദ പ മ ഗ രി സ. അത് നിങ്ങൾക്ക് 8 സ്വരമായിട്ട് എഴുതാം, 16 സ്വരമായിട്ട് എഴുതാം. ആദ്യം 2 വര വരച്ച് 8 സ്വരമാണെങ്കിൽ 4 സ്വരം കഴിഞ്ഞാൽ 1 വര, അത് കഴിഞ്ഞ് 4 സ്വരം കഴിഞ്ഞാൽ 2 വര. 16 സ്വരമാണെങ്കിൽ ആദ്യം 2 വര, 8 സ്വരം കഴിഞ്ഞാൽ 1 വര, അടുത്ത 8 സ്വരം കഴിഞ്ഞാൽ 2 വര. അപ്പോൾ നമ്മൾ ഒരു താളത്തിൽ 16 സ്വരം വരും. ഇതാണെങ്കിൽ ഒരു താളത്തിൽ 8 സ്വരം വരും. ഓരോ അടിക്ക് ഓരോ സ്വരം, മറ്റത് ഓരോ അടിക്ക് 2 സ്വരം വീതം രണ്ടാം കാലത്തിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോസ് നമ്മൾ പറയുകയും പാടുകയും ചെയ്തതാണ്. സംശയമുള്ളവരെല്ലാം ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കിയോ അടുത്ത അതൊന്നുകൂടെ പാടാം. ഇപ്പം നമ്മൾ പാടിയത് അപ്പം നമ്മൾ 1ഉം 2ഉം കൂടെ ഒന്ന് ചേർത്തി പാടാം. ആദ്യം പാടുന്നത് താരസ്ഥായി വരിശകൾ ഒന്നാമത്തതാണ്, അത് കഴിഞ്ഞ് 2ഉം കൂടെ പാടാം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. ഒന്നാമത്തത് പാടുന്നു. സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. 2 സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ
സാ നീ ധ പ സാ നീ ധ പ മ ഗ രി സ. ഇതൊക്കെ നിങ്ങൾക്ക് ത്രോട്ട് എക്സർസൈസിന് സാധകം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഒരു ലെസണാണ്. താരസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, ധാട്ട വരിശകൾ. ഇതെല്ലാം നിങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ അകാര ഇകാര മകാരങ്ങൾ പാടണം. സരിഗ മപ ധനി സ ധനി സരി സനി ധപ ധനി ധപ മഗരി സം ആ ആ സരി സരി സനി ധപ മപ ആ ഏ ഓ. ഇതൊക്കെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് സ്പീഡ് ഇപ്പം തുടക്കത്തിലല്ല, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രോട്ട് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഒരു എക്സർസൈസാണ് താരസായി മന്ത്ര. നമ്മുടെ റേഞ്ച് കൂട്ടാനും നമ്മുടെ ശബ്ദത്തിൻ്റെ ബേസും ടോപ്പും ഉള്ള റേഞ്ച് ഫ്രീക്വൻസി കൂട്ടാനുള്ള ഒരു ഗംഭീര എക്സർസൈസാണ് താരസായി മന്ത്രസായി. ഇത് കഴിഞ്ഞാൽ നമ്മൾ മന്ത്രസായി വരിശ എടുക്കും താരസായി കഴിഞ്ഞാൽ. അതുപോലെ ധാട്ട് സമഗമരിക സരി സമഗരി സ ഇതൊക്കെ നിങ്ങളുടെ ത്രോട്ടൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യും. നിങ്ങളുടെ കീർത്തനങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കീർത്തനങ്ങളൊക്കെ പാടേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ സംഗതികളൊക്കെ ത്രോട്ട് നല്ലപോലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം എക്സർസൈസുകൾ നിങ്ങൾ കൂടുതൽ പാടിയിട്ടുണ്ടാവണം. അപ്പം അതൊന്നുകൂടെ പാടാം, ലാസ്റ്റ് അതൊന്നുകൂടെ പാടാം. സരി ഗ മ പ ധ നി സ സാ സാ ധ നി സ രി സാ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഓക്കെ. സരി ഗ മ പ ധ നി സ സ സ ധനി സരി സനി ധ പ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ സ ധനി സരി സ സരി സ സരി സനി ധ പ മ പ ധനി സരി സനി ധ പ സ നി ധ പ മ ഗ രി സ. പിന്നെ അത് സ്പീഡ്. അങ്ങനെ ഇതിൻ്റെ 2, 3, 4 കാലങ്ങൾ നിങ്ങൾ നല്ലപോലെ പഠിച്ച് ആകാരകാരം നിങ്ങൾ പാടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ഇത് മനസ്സിലാക്കി പാടി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ 1, 2 എടുത്തു, താരസായ വരിശകൾ 1, 2 എടുത്തു. നമുക്കിതൊന്നും കുറച്ച് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇത് സത്യത്തിൽ 5 എണ്ണം അവസാനത്തെ ഒരു 5ാമത്തത് പാടി കഴിഞ്ഞാൽ ഇതിലെ 1, 2, 3, 4, 5 അവസാനത്തെ ലെസണിൽ വരും. നമുക്കങ്ങനെ പാടാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കത് ആ പറയുന്ന അർത്ഥം നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് എടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ഓരോന്നായിട്ട് നിങ്ങൾ പാടി കേൾപ്പിച്ചാലേ അല്ലെങ്കിൽ അത് പഠിച്ചാലേ നിങ്ങൾക്കതിൻ്റെ ആ ഒരു വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവസാനത്തെ ഒറ്റ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈ 5 അവസാനത്തതിൽ വരും. ഒന്നാമത്തതിൽ 2ാമത്തെ പാടുമ്പോൾ 1ാമത്തെ നമ്മൾ ആഡ് ചെയ്തിട്ട് 2ാമത്തെ പാടുക. 3ാമത്തത് പാടുമ്പോൾ 2ാമത്തെ ആഡ് ചെയ്താൽ 3ാമത്തത് പാടുക. 4ാമത് പാടുമ്പോൾ അതുപോലെ 1, 2, 3 ആഡ് ചെയ്തിട്ടാണ് 4ാമത് പാടുക. 5ാമത് പാടുമ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ഈ പഠിച്ച എല്ലാ സംഗതി 5ാമത്തതിലും വരും. പക്ഷെ നമ്മൾ 5ാമത്തത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം അതിൻ്റെ ആ ഒരു വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഒന്നാമത്തേത് ഏതാണ്, 2ാമത്തേതാണ്. ഓരോ സ്വരങ്ങൾ കൂടി വരികയാണ്. ആ ഓർഡർ അത് കറക്റ്റാണ്. പക്ഷേ അത് നമ്മൾ പാടി വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു കൃത്യത കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത്
ഓരോ ക്ലാസ്സായി എടുക്കുന്നത്, ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത്. അത് ഞാൻ അടുപ്പിച്ച് ക്ലാസ്സായിട്ട് ഇതിന് ഇട്ട് തരാം. നിങ്ങളതൊരു 1-2 ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തോണം. നല്ലപോലെ നോട്ട് എഴുതി കേട്ട് പഠിച്ച് താളമടിച്ച് റെഡിയാക്കിക്കോണം. ഓക്കെ, അപ്പം ഇത്രയും പഠിക്കും. ബാക്കി നമുക്ക് 3-ാമത്തത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഓൾ ദി ബെസ്റ്റ്.